ഇന്ത്യയുടെ വിഭജനത്തിന് വേണ്ടി കൂട്ടുനിന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരായ നെഹ്റുവും ഗാന്ധിയും അടങ്ങുന്ന സംഘമാണ്. അതിന് പിൻബലമായിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് തന്നെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി A.O. ഹ്യൂം എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനായ ഉദ്യോഗസ്ഥനാണ്. ഇത്രയും പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് പറഞ്ഞു വരുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടത്തിൽ തന്റെ ജീവനും തന്റെ ജീവിതവും തന്റെ കരിയറും തന്റെ സകലതും സമർപ്പിച്ച് ഈ രാജ്യത്തിന്റെ പോരാട്ടത്തിന് വേണ്ടി പോരാടിയ നെഹ്റുവിനെയും ഗാന്ധിയെയും സ്വാതന്ത്ര്യ സമരത്തിന്റെ ചിഹ്നങ്ങളിൽ നിന്നും ചിത്രങ്ങളിൽ നിന്നും മാറ്റി മറ്റു പലരെയും ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുമ്പോൾ ആ പ്രതിഷ്ഠയ്ക്ക് പിൻബലം നൽകുന്നതിന് വേണ്ടി വളച്ചൊടിച്ച ചരിത്രങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കണം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എങ്ങനെ നേടി. ഞാനൊരു 3 കൊല്ലം മുമ്പ് ഇവിടെ നെഹ്റുവിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ അന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ നെഹ്റുവിന്റെ ചരിത്രം എഴുതിയിട്ട് ആ പുസ്തകം അവസാനിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം എഴുതുന്ന വാക്കുദ്ധരിച്ചിരുന്നു, നിങ്ങൾ ഇന്ത്യയിലെ എഴുതപ്പെട്ട സകല രേഖകളിൽ നിന്നും നെഹ്റുവിന്റെ പേര് മായിച്ചു കളഞ്ഞാലും ഇന്ത്യയിൽ അച്ചടിക്കപ്പെട്ട സകല ചിത്രങ്ങളിൽ നിന്നും നെഹ്റുവിന്റെ ഫോട്ടോ നിങ്ങൾ മാറ്റിക്കളഞ്ഞാലും ആധുനിക ഇന്ത്യ, ഈ ഇന്ത്യയുടെ വികസനം, ഈ ഇന്ത്യയുടെ ജീവവായു ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ഇന്ത്യ നെഹ്റു നെഹ്റു എന്ന് ഓരോ സെക്കൻഡുകളിലും മന്ത്രിച്ചുകൊണ്ടിരിക്കും. കാരണം ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ച് നശിപ്പിച്ച് നടുപൊടിച്ച് പരസ്പരം തമ്മിലടിക്കുകയും വിഭജിക്കുകയും കലാപത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രമായി ഈ രാഷ്ട്രത്തെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന സമയത്ത് ഒരു യഥാർത്ഥ സ്റ്റേറ്റ്സ്മാന് മാത്രമേ ഈ രാജ്യത്തെ തിരിച്ച് ഇന്ന് 140 കോടി ജനങ്ങൾ അന്തസ്സോടുകൂടി ജീവിക്കുന്ന ഇന്ത്യയാക്കി കൊണ്ടുവരാൻ സാധിച്ചത് നെഹ്റുവിന്റെ കോൺട്രിബ്യൂഷനും അദ്ദേഹത്തിന്റെ കഴിവും അദ്ദേഹത്തിന്റെ മിടുക്കും കൊണ്ടാണ്. അതുകൊണ്ട് അച്ചടിക്കപ്പെട്ട എല്ലാ രേഖകളിൽ നിന്നും അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ മായിച്ചു കളഞ്ഞാലും ആധുനിക ഇന്ത്യ നെഹ്റു എന്ന് മന്ത്രിച്ചുകൊണ്ടിരിക്കുമെന്ന് അദ്ദേഹം നെഹ്റുവിനെ കുറിച്ച് എഴുതിയ പുസ്തകത്തിന്റെ അവസാനത്തെ വാക്കായിട്ട് അദ്ദേഹം എഴുതി വെക്കുന്നു. നമ്മളിത് ഓർത്തിരിക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഹിദായത്തിന് വേണ്ടി മനുഷ്യന്റെ സന്മാർഗത്തിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ 6600 ആയത്തുകളിൽ 2000 ആയത്തുകൾ അല്ലാഹു തആല ഉപയോഗിച്ചിരിക്കുന്നത് മീഡിയകളെയും മാധ്യമങ്ങളെയും ട്വിറ്റർ അക്കൗണ്ടുകളെയും ഏജൻസികളെയും ഉപയോഗിച്ച് ഒരു ജനതയുടെ ചരിത്രം മാറ്റാൻ ശ്രമിക്കുന്ന സ്ഥലത്ത് ഇതല്ല ശരിയായ ചരിത്രം, ഇതാണ് ശരിയായ ചരിത്രം എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. ഖുർആനിലെ പ്രബലമായ സൂറത്തുകൾ നിങ്ങൾ എടുത്തു നോക്ക്. സൂറത്തുൽ കഹ്ഫ് ഇന്ന് വെള്ളിയാഴ്ച ദിവസം നാം ഓരോരുത്തർക്കും ഓതൽ സുന്നത്തായ സൂറത്താണ്. കഹ്ഫ് എന്ന് പറഞ്ഞാൽ ഗുഹ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എന്തുകൊണ്ടാണ് ആ സൂറത്തിന് ആ പേര് വന്നത്? ആ സൂറത്തിൽ അല്ലാഹു എന്താണ് പറയുന്നത്? 7 ചെറുപ്പക്കാർ തങ്ങളുടെ മതം, തങ്ങളുടെ മത സ്വാതന്ത്ര്യം, തങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി അക്രമിയായ ഭരണാധികാരിക്കെതിരെ ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് നിസ്സഹായരും നിരാലംബരുമായ ആ 7 ചെറുപ്പക്കാരുടെ നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കി ഭരണകൂടത്തിന്റെ പവർ മനസ്സിലാക്കിക്കൊണ്ട് ചില ആളുകൾ ഭരണകൂടത്തിന്റെ കൂടെ നിന്ന് ദാസ്യപ്പണി ചെയ്തുകൊണ്ട് ഈ 7 ചെറുപ്പക്കാരെ വേട്ടയാടാൻ വേണ്ടി തുനിയുന്നു. പക്ഷെ അള്ളാഹുവിന്റെ അത്ഭുതകരമായ ഇടപെടൽ 300 വർഷത്തോളം ഒരു ഗുഹയിൽ അവർ ഉറങ്ങിക്കിടക്കുന്നു. 300 വർഷത്തിന് ശേഷം